ഏലൂർ വ്യവസായ മേഖലയിൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ കണ്ണടച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡ്. പ്രദേശത്തെ ദുർഗന്ധപൂരിതമാക്കുന്ന അലയൻസ് മെറൈൻ പ്രോഡക്ട്സിനെതിരെ കമ്പനിക്കരികിൽ പ്രതിഷേധ സമരം നടത്തി സമീപത്തുള്ള കമ്പനിയിലെ ജീവനക്കാർ. എന്നാൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന അലയൻസ് ഗ്രൂപ്പിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി കമ്പനി ജീവനക്കാരും രംഗത്തെത്തി. പെരിയാറിൽ മത്സ്യക്കുരുതിയുണ്ടായ സമയം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നടപടി നേരിട്ട അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് പോലുള്ള കമ്പനികൾ വീണ്ടും ഏലൂർ മേഖലയെ മലിനമാക്കുകയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതികൾ നൽകിയിട്ടും നടപടികളില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും അലയൻസ് കമ്പനിക്ക് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഇൻഡോ ജർമ്മൻ കാർബൺ കമ്പനിയിലെ ജീവനക്കാരും കുറ്റപ്പെടുത്തുന്നു. രൂക്ഷഗന്ധമാണ് അസഹനീയം. മലിനീകരണ നിയന്ത്രണ സംവിധാനമില്ലാതെ പ്രവർത്തിക്കുന്ന അലയൻസ് മറൈൻ അടച്ചിടാൻ ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകുകയും പിന്നീട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മൗനാനുവാദത്തോടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതാണ്. ഇതൊരു 3 വർഷത്തിലധികമായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷമാണ് എടയാർ, ഏലൂർ, മുപ്പത്തടം തൊട്ടടുത്തുള്ള ഈ പ്രദേശങ്ങളിൽ ഇത്രയേറെ ദുർഗന്ധം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്തുള്ള ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അതിരൂക്ഷമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്, ഈ സാഹചര്യം എത്തിപ്പെട്ടിരിക്കുന്നത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചിരട്ടക്കരയിൽ നിന്ന് ഉത്തേജിത കാർബൺ ഉണ്ടാക്കുന്ന ഇൻഡോ ജർമ്മൻ കമ്പനി ജീവനക്കാർ പറഞ്ഞു. സ്മെല്ല് നമ്മുടെ സ്കിന്നില്, നമ്മുടെ വസ്ത്രത്തില്, നമ്മുടെ മുടിയിലെല്ലാം ഈ സ്മെല്ല് പിടിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മൈഗ്രെയിൻ വിട്ടുമാറുന്നില്ല. വൊമിറ്റിംഗ് ടെൻഡൻസി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് ഒരു 12:30, 1 മണി ടൈമിലൊക്കെ ഭയങ്കര സ്മെല്ലാണ്. നമുക്കത് അസഹനീയമാണ്. കടുങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി KS പ്രകാശ്, പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി നേതാവ് പുരുഷനേലൂർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എന്നാൽ ഇൻഡോ ജർമ്മൻ കമ്പനി തൊഴിലാളികളുടെ ആരോപണങ്ങൾ നിഷേധിച്ച് അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളികൾ രംഗത്തെത്തി. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ നടക്കുന്ന സമരം ഇൻഡോ ജർമ്മൻ കമ്പനിയുടെ ചില താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നാണ് അലയൻസ് തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നത്. അലയൻസ് കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതിപ്പെട്ട് പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ജനം, കൊച്ചി.